ഹായ് ഫ്രണ്ട്സ്, ബോച്ചേറ്റി വാങ്ങുന്ന സമയത്ത് അതിനോടൊപ്പം ലഭിക്കുന്ന കൂപ്പൺ ഇത് എങ്ങനെ നമ്മുടെ ഫോണിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഗൂഗിളിൽ കയറുക, bochetti.com എന്ന് അടിച്ചു കൊടുക്കുക. bochetti.com സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടാവും. അതിൽ സൈൻ ഇൻ ഓർ രജിസ്റ്റർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഏറ്റവും താഴെ വന്ന് സൈൻ അപ്പ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. നമ്മുടെ പേരടിച്ചു കൊടുക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മളൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID അതടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് അതേതാണെന്ന് സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മുടെ ആധാർ നമ്പർ അതും കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ ഫോണിലേക്ക് നമുക്കൊരു OTP വരും. ആ OTP കോഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൊബൈൽ നമ്പർ bochetti.com എന്നുള്ള സൈറ്റുമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. OTP സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ രജിസ്റ്റർ ആയി എന്നുള്ളത് നമുക്ക് താഴെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ ബോച്ചെറ്റിയോടൊപ്പം വരുന്ന ആ കൂപ്പൺ നമ്മൾ സ്കാൻ ചെയ്യുക. അത് സ്കാൻ ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും, വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ടായിരിക്കും, അവിടെ നമ്മുടെ കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ടായിരിക്കും. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഈ സമയത്ത് എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഈ ഒരു കോംബോ പാക്കേജ് വാങ്ങിയ വ്യക്തിയാണ് നമ്മളെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് 30 ദിവസം നമുക്ക് ഈ ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് എപ്പോൾ പ്രൈസ് അടിച്ചാലും അത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് മെസ്സേജായിട്ട് വരുന്നുണ്ടായിരിക്കും, അത് എത്ര രൂപയാണെങ്കിലും. രണ്ടാമത് നമുക്ക് bochetti.com എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ മൊബൈൽ നമ്പരും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും അതടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ടിക്കറ്റ് എത്ര എണ്ണം നമ്മൾ വിൻ ചെയ്തു, ഇനി എത്ര എണ്ണം നമുക്ക് പെൻഡിങ് ഉണ്ട്, എത്ര രൂപ നമുക്ക് കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലറിയാൻ സാധിക്കുന്നതാണ്.